നമസ്കാരം. PV അൻവർ MLA-യും അതോടൊപ്പം തന്നെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിന്റെ പ്രധാനപ്പെട്ട സ്ഥാപകനുമായിട്ടുള്ള അല്ലെങ്കിൽ ഉടമസ്ഥനുമായിട്ടുള്ള ഷാജൻ സ്കറിയ, ഇവർ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ട്. ഷാജൻ സ്കറിയയുടെ ഈ മറുനാടൻ മലയാളി ചാനൽ പൂട്ടിക്കാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഈ PV അൻവറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അതിന് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് പൂട്ടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂട്ടിക്കാൻ ശ്രമിക്കുമെന്നല്ല, പൂട്ടിക്കുമെന്നുള്ള രീതിയിൽ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവർ രണ്ടുപേരുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ വലിയ തരത്തിൽ കേരളം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും ഇവർ തമ്മിലുള്ള ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പ്രധാനമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഷാജൻ സ്കറിയ ഇട്ടിരിക്കുന്ന വീഡിയോകളുടെ ഭാഗമായിട്ട് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് PV അൻവർ MLA-ക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഈ ഷാജൻ സ്കറിയ ആണ് എന്നുള്ള രീതിയിൽ ഒരു ആരോപണമായിട്ടാണ് ഇദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നത്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണം അല്ലെങ്കിൽ വന്നിരിക്കുന്ന കുറെ കേസുകളുണ്ട് ഈ PV അൻവർ MLA കൊടുത്തിരിക്കുന്നത്. ഇത് സുപ്രീം കോടതിയിൽ പോയിട്ട് ആണ് ഈ പറയുന്ന ഷാജൻ സ്കറിയ ജാമ്യമൊക്കെ എടുത്തു വന്നിരിക്കുന്നത്. അത് ചിലത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. പക്ഷെ ഇതിലെല്ലാം ഷാജൻ സ്കറിയ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഷാജൻ സ്കറിയ സംഘിയാണെന്നും ഇസ്ലാമിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം PV അൻവർ MLA നടത്തിയിട്ടുണ്ട്. ആ ആരോപണത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ ചെന്ന് വീണിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ആരോപണം ഈ പറയുന്ന ഷാജൻ സ്കറിയ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഷാജൻ സ്കറിയെ തകർക്കാൻ വേണ്ടിയിട്ട് നിലപാടുകൾ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി PV അൻവർ MLA എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ അദ്ദേഹം പുതുതായിട്ടൊരു ആരോപണങ്ങൾ പറയുന്നത് ഈ അദ്ദേഹത്തിനെതിരെ ഉള്ള കേസുകളിലെ കുറ്റപത്രത്തിൽ കൂടുതൽ കാര്യങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടത്തണമെന്ന് SP-യോട് സുജിത് ദാസ് എന്ന് പറയുന്ന SP-യോട് നിർദ്ദേശിക്കുകയും അദ്ദേഹം അത് ഒരു കാരണവശാലും അത് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, മുകളിൽ നിന്നുള്ള ഒരു ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള രീതിയിലേക്ക് PV അൻവർ MLA-യോട് പറഞ്ഞെന്നും ആ വിഷയമാണ് ഇപ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് അടക്കം കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ഈ പറയുന്ന ഷാജൻ സ്കറിയ ഇവിടെ പറയുന്നത്. ഒരു വലിയ യുദ്ധം തന്നെ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്, അതിൽ തർക്കമില്ല. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തെ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഈ MLA-യുടെ ഭാഗത്തുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ വ്യക്തിവിരോധമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നുള്ളത് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലെ യാഥാർത്ഥ്യം അറിയുന്നവർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങളാണ് ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ PV അൻവർ MLA-ക്ക് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു മാധ്യമത്തോട് അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനോട് വലിയ തരത്തിൽ എതിർപ്പുണ്ടാകുന്നതും ആ എതിർപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ആനപ്പക പോലെ ഇത് കൊണ്ടു നടന്ന് താൻ നിരന്തരമായിട്ട് ഇത് ഒരു വ്യക്തിയെ തകർക്കാൻ അല്ലെങ്കിൽ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലേക്കുള്ള ആരോപണമാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അപ്പൊ മറുനാടനെ തകർക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് നിലമ്പൂർ MLA-യുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഈഗോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാകാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് നിരന്തരമായിട്ട് ആ പക മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലെ പ്രവർത്തിക്കുന്നത്. SC/ST കേസ് ഷാജൻ സ്കറിയക്കെതിരെ ഉണ്ടായിരുന്നത് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്റ്റേ ചെയ്തതടക്കം ഈ നിലമ്പൂർ MLA-ക്ക് വലിയ തരത്തിലുള്ള ഒരു ക്ഷീണം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം കൂടി ഇദ്ദേഹത്തിൽ പ്രതിപാദിക്കുന്നു. ഏതെല്ലാം തരത്തിൽ ഇവിടെ മറുനാടൻ എന്ന് പറയുന്ന ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ PV അൻവർ MLA-യുടെ ഭാഗത്തുണ്ടായാലും അതിനെ കൃത്യമായിട്ട് പ്രതിരോധിച്ച് കവർ ചെയ്യാനുള്ള ശേഷി അത് ആ സ്ഥാപനത്തിനുണ്ട് എന്നുള്ളതാണ് ഷാജൻ സ്കറിയ ഇപ്പൊ നിരന്തരമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പറച്ചിലും PV അൻവർ MLA-യുടെ വിഷയങ്ങളടക്കം വലിയ തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. PV അൻവർ MLA-ക്ക് സംസ്ഥാന ഭരണത്തിനോടുള്ള വലിയ കൂറും പിണറായി വിജയനോടുള്ള അടുപ്പവും അതോടൊപ്പം തന്നെ LDF-നും CPM-നും ഷാജൻ സ്കറിയെ പോലെയുള്ള ഒരു വ്യക്തിയോടുള്ള വലിയ തരത്തിലുള്ള വ്യക്തിവിരോധവും എല്ലാം ഇവരുടെ ഈ ബന്ധത്തിനുപരിയായിട്ട് ഇവരുടെ ഈ പ്രശ്നത്തിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കുവഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഈ വിധ വിഷയങ്ങളിൽ പറയാനുള്ളത്
ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിനിടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഏതൊരു മാധ്യമ സ്ഥാപനത്തിനും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ചില രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് തർക്കമില്ല. കാരണം ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ രാഷ്ട്രീയക്കാർ തയ്യാറായില്ലെങ്കിൽ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ പരസ്യമായിട്ട് വിഷയങ്ങൾ തുറന്നു പറയും. ഈ പരസ്യമായിട്ട് വിഷയങ്ങൾ തുറന്നു പറയുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇത് പിടിക്കാത്തൊരവസ്ഥ വരും. ഈ രാഷ്ട്രീയക്കാർക്ക് പിടിക്കാത്ത അവസ്ഥ വരുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? കേസിൽപ്പെടുത്താനും മറ്റ് അവരുടേതായിട്ടുള്ള നിയമ സംവിധാനങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് ഇപ്പോൾ കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ PV അൻവർ MLA ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയ തരത്തിലുള്ള ഒരു യുദ്ധത്തിന് ഇപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ള തർക്കമില്ല. പോലീസ് ഷാജൻ സ്കറിയയുടെ ഓഫീസ്, മറുനാടന്റെ ഓഫീസിൽ കയറി ലാപ്ടോപ്പ് മറ്റ് വീഡിയോ ഉപകരണങ്ങൾ എല്ലാം വന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. അത് തിരിച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും കോടതിയിലേക്ക് ഷാജൻ സ്കറിയ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അതൊക്കെ തിരിച്ചു കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ കുറച്ച് നാളുകൾക്ക് അദ്ദേഹത്തിന് ഈ കേസുകളിൽ നിന്ന് പോലീസിൽ പിടികൊടുക്കാതെ മാറി നിൽക്കേണ്ടി വരികയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കേണ്ടി വരികയൊക്കെ ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു ചാനൽ പ്രവർത്തന കാര്യങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമെങ്കിലും PV അൻവർ MLA ഉണ്ട് എന്നാണ് തോന്നുന്നത്. എങ്ങനെയാണെങ്കിലും ഒളിവിൽ പോയി നിൽക്കുന്ന അല്ലെങ്കിൽ പോലീസിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തും പിടികൂടാതിരിക്കാൻ അദ്ദേഹം മാറി നിൽക്കുന്ന സമയത്തും വ്യക്തമായിട്ട് വീഡിയോകൾ അദ്ദേഹത്തിന്റെ ഓരോന്നോരോന്ന് പുറത്ത് ഈ PV അൻവർ MLA-ക്കെതിരെ നിരന്തരമായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ കേസ് വിവരങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വിടാൻ നിയമപരമായിട്ട് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി ഈ ഷാജൻ സ്കറിയ പറയുന്നുണ്ട്. കോടതിയിൽ ജാമ്യ വ്യവസ്ഥയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയാൻ പാടില്ല എന്നതടക്കം നിരന്തരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ വ്യക്തമായിട്ട് പറയാം, സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ പോലും PV അൻവർ MLA വലിയ രീതിയിലൊരു കരടായി മാറിയിരിക്കുന്നു. പക്ഷേ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇപ്പോഴത്തെ ഒരു പ്രീണന നയം അനുസരിച്ച് ഈ അൻവർ നിരന്തരമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. കേരളത്തിലുള്ള ഒരു വലിയ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരെയൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷേ ചില ഓഡിയോകളുടെ അടിസ്ഥാനത്തിൽ പല ആളുകളും അൻവറിനെ ഭയപ്പെടുന്നു എന്നുള്ളതും വ്യക്തമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് കേരളത്തിലെ മുഴുവൻ ചാനലുകളും എടുത്തിരുന്നുണ്ട്. പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സസ്പെൻഷനും സ്ഥലം മാറ്റവും ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ MLA എന്ന് പറയുന്ന ആൾക്ക് എത്രത്തോളം ഇവിടുത്തെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ സ്വാധീനമുള്ളതും ഭരണ സംവിധാനത്തിൽ സ്വാധീനം ഉണ്ടായിട്ടുള്ളതും എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലും തർക്കമില്ല. അപ്പൊ എത്രത്തോളം വലിയ തരത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിരന്തരമായിട്ട് ശ്രമിച്ചാലും ആ പ്രശ്നങ്ങളെയെല്ലാം ജയപരാജയങ്ങൾക്കുപരിയായിട്ട് താൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുടെ മുന്നിലും ജനങ്ങൾക്കിടയിലും നിറഞ്ഞു നിൽക്കുക എന്നുള്ള കലാപരിപാടിയാണ് ഇപ്പൊ PV അൻവർ MLA ചെയ്തുകൊണ്ടിരിക്കുന്ന തർക്കമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് മുഴുവൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് PV അൻവർ MLA വിഷയങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോഴും ഇത് കാണുമ്പോഴും ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ ഒരു മാധ്യമ സ്ഥാപനത്തിന് സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ സുഖിപ്പിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ഒരു നിലപാടിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന മാധ്യമമല്ല മറുനാടൻ മലയാളി എന്നുള്ളത് വ്യക്തമാണ്. പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഷാജൻ സ്കറിയ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾക്കിതെല്ലാം കണ്ട് മനസ്സിലാക്കാം. വരും ദിവസങ്ങൾ കൂടുതൽ വാർത്തകൾ, കൂടുതൽ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്ത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിപിൻ ലാൽ, ഫാസ്റ്റ്.